ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് എൻ്റെ പൊരക്കേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പൊരക്കേക്ക് പോയിട്ട് പൊരക്കത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിലാണ് ഗൈസ് എൻ്റെ വണ്ടി ഉള്ളത്. ഞാൻ അങ്ങനെ എൻ്റെ പൊരക്കെത്തിരിക്കുകയാണ് ഗൈസ്. പൊരക്ക് നമ്മളെ പൊരയും ചുറ്റുപാടൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മീറ്റ് മൈ മമ്മി. അപ്പം ഞാനിപ്പോൾ എൻ്റെ പൊരക്കാണുള്ളത്. വണ്ടി കാട്ടിലേ, കാരണം നമുക്ക് മറ്റേ റോഡ് നമ്മളിലേക്ക് വരേണ്ട വേറൊരു റോഡുണ്ട്, ഫ്രണ്ട് സൈഡിലേക്ക് കിട്ടുന്നത്. ആ റോഡ് കംപ്ലീറ്റ് മോശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, ഫ്രണ്ടിലേക്കൂടെ വരാണ്ട് ബാക്ക് സൈഡിലൂടെ റോഡുണ്ട്, ആ റോഡിലൂടെ വരും. അപ്പം നല്ല നല്ല റോഡാണ് ഈ റോഡ്. ഞാൻ പറഞ്ഞ റോഡ്. ഇവിടെ ഒരു വീടുണ്ട്. ഏച്ചിമാരെ ഏച്ചിമാൻ്റെ ഞാൻ മോളെ കൂട്ടാണ്ട് ഞാനും മോനും മാത്രമാണ് വന്നിട്ടുള്ളത്. ഓള് വരുന്നില്ല എന്ന് പറഞ്ഞു. ഓള് ഇത്താത്തൻ്റെ വീട്ടിലാണില്ലേ. അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓളില്ലാണ്ട് അടുത്തേക്ക് വരുന്നത്. അപ്പം അടിപൊളിയാണ്. അമ്മ പറയുന്ന ഇവിടെ ഒരു അടിപൊളി വീടുണ്ട്, ആ വീട് നോക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു. അമ്മ പറയുന്ന എന്നോട് അടിപൊളി വീടുണ്ട് ഈ ഒരു സൈഡിൽ എടുത്തിട്ട് പുതുതായിട്ട്, ആ വീട് നീ നോക്കാൻ വേണ്ടി പോകുന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. നല്ല വെയിലുണ്ട്. അടിപൊളി വീടന്നെ. അങ്ങനെ ഞാൻ എന്താക്കാം, ആ വീടൊക്കെ കണ്ട് നല്ല അടിപൊളി വീടാണ്. എനിക്ക് കൂടുതൽ മാതൂക്കുന്ന ഇഷ്ടമല്ല കൈസാണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. വാ, ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫാക്ടറിയാണ് അതൊക്കെ. ഇന്ന് പിന്നെ വന്നത് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് വന്നതാണ്. അപ്പം അടുത്ത ആഴ്ചയൊക്കെ മോൾക്ക് മദ്രസയിൽ പരീക്ഷ, അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് വരുന്നത് സ്കൂളിൽ പരീക്ഷ. അപ്പോൾ എല്ലാ എക്സാം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇക്കാക്ക വന്ന സ്ഥിതിക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടേന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് പോസ്റ്റാണ്, ഉപ്പില്ല. ഷർമി പിന്നെ ഉള്ളത്, ഓളോട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഓൾ വന്നിട്ടുമില്ല. അങ്ങനെ ഞാൻ പിന്നെ നല്ല പോസ്റ്റായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ച് വെറുതെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തൊട്ടനിപ്പം എന്നോട് ഇങ്ങനെ നടക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ നെയ്ബറോ വീടാണ്, പക്ഷെ നല്ല രസമുള്ള ക്യൂട്ട് വീടാണ്. വീടിൻ്റെ പേരാണ് ഹെവൻ. പിന്നെ വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അതെൻ്റെ വീട്, ഇതാണ് ടാർ റോക്സ് ഉള്ളത്. ഭയങ്കര ഇഷ്ടം. ഈ ഒരു ഏരിയ പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെതാ ഫുള്ള് കല്ല് വെച്ചിട്ടുള്ളൊരു വീടും കൂടെ ഉണ്ട്. പിന്നെ 2-3 കോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ എന്താ പറയാ, നല്ല വ്യൂസ്. ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാൻ. ഞാനിങ്ങനെ പൊരക്ക് അധികം വന്നാലും ചില ദിവസങ്ങളിൽ പൊരയുള്ളിൽ തന്നെ ആയിരിക്കും, പക്ഷെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും. രസമാണ്. അപ്പോൾ ഇന്ന് പിന്നെ ആരും പൊരക്കില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അധിക ദിവസം ഇതാണ് മെയിൽ കരയുന്നടാ, എവിടുന്നോ മെയിൽ കരയുന്നുണ്ട്. എൻ്റെ പൊരക്ക് തീരെ റേഞ്ച് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, നെറ്റ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പൊരക്ക് മണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, കാരണം ഇവിടെ ഇരുന്നിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നമ്മളെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉമ്മക്ക് ഇഷ്ടമല്ല ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കുന്നത്. അപ്പോൾ ഉമ്മ ഇപ്പോൾ പറയും, നീ ഇങ്ങനെ അങ്ങനെ വന്നിട്ട് ഇവിടെ ഫോൺ നോക്കാൻ വന്നയാന്ന് ചോദിക്കും. അതുകൊണ്ട് പിന്നെ എന്തൊക്കെ വേറെ വീഡിയോസ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറക്കുന്ന വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ 2-3 വീഡിയോസ് ഷോർട്ടിലിടേണ്ടത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് അപ്ലോഡ് ചെയ്യണം. എനിക്ക് റേഞ്ച് വളരെ കുറവുണ്ട്. ആദ്യമൊക്കെ ജിയോക്കൊക്കെ റേഞ്ച് കിട്ടും, എയർടെലിന് റേഞ്ച് ഇല്ല. അപ്പം എന്താ പറയുക, ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ പുരക്കിയിരുന്ന മടുത്ത്, കാരണം ആരുമില്ല, ഒച്ചപ്പാടില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ വിചാരിച്ച്. നമ്മൾ കുഞ്ഞു അവക്കൊക്കെ അത്രയല്ലേ വേണ്ടു, നടക്കണം, പുറത്തിറങ്ങണം. ശരിക്കും ഈ ഒരു വീടിൻ്റെ ഭംഗി
നല്ല രസമുണ്ട്. കുറച്ച് വീട് മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. ഈ ഒരു രണ്ട് ക്വാർട്ടേഴ്സ്, പിന്നെ ആ ഒരു വീട്, പിന്നെ ഈ ഒരു വീട്, പിന്നെ ഈ വീട്. ബാക്കി നമ്മളെ റോഡ് അപ്പുറത്തെ സൈഡാണ്. ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് ബാക്ക് സൈഡിലുള്ള റോഡാണിത്. ഇതാ ഇപ്പോൾ നല്ല റോഡായിട്ടുള്ളത്. അപ്പുറം കുറച്ച് വണ്ടികളൊക്കെ വന്നുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കും. ബൈ ഓൾ. ഇപ്പം എൻ്റെ ഉപ്പ വരും. ഉപ്പ വന്നതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഉപ്പാനെ കൂട്ടാൻ പൂവത്ത് പോവാം. ഗൈസ്, ഉപ്പാന്റെ വക എനിക്കുന്ന ചെലവ് ഫുഡ് ഷവർമ്മ ഒന്നാ വന്നെയാണ്. ഉപ്പ ഒരു ബർഗർ തട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ബർഗർ വന്നിട്ടില്ലേ? ഞാൻ ബർഗർ വാങ്ങാൻ പറഞ്ഞപ്പോ എന്നോടാണ് നിങ്ങൾക്ക് ഞാൻ ഷവർമ്മ വാങ്ങിത്തരാം. ചായ തിന്നിട്ടായിരിക്കും കണ്ടിന്യൂ.